വിജയദശമി ദിനത്തിൽ രാജ്യമെമ്പാടും സാധാരണയായി ജയ് ശ്രീറാം വിളികളാണ് ഉയരുന്നത്. അതോടൊപ്പം രാവണന്റെ പ്രതിമ കത്തിക്കുകയും ചെയ്യും. എന്നാൽ ഉത്തർപ്രദേശിലെ കാൺപൂരിലെ ശിവാല എന്ന പ്രദേശത്ത് ജയ് ലങ്കേഷ്, ലങ്കപതി നരേഷ് കി ജയ് ഹോ എന്നീ മന്ത്രങ്ങളാണ് ഉച്ചരിക്കുന്നത്. രാവണന്റെ ഒരു ആരാധനാലയം ദശാനൻ ക്ഷേത്രം എന്നറിയപ്പെടുന്ന അമ്പലം അവിടെയുണ്ട്. ക്ഷേത്രമുറ്റത്ത് 10 തലയുള്ളതും 5 അടി ഉയരമുള്ളതുമായ രാവണന്റെ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം 7 രാവണ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ രാവണനെ പരമശിവന്റെ ഭക്തനായി ആരാധിക്കുന്ന കാൺപൂരിലുള്ള ഈ ക്ഷേത്രവും ഉൾപ്പെടുന്നു. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലെ ബ്രിസാക്കിലെ രാവൺ മന്ദിർ, ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിലുള്ള രാവണ ക്ഷേത്രം, മധ്യപ്രദേശിലെ വിദിഷയിൽ രാവൺഗ്രാം രാവണ ക്ഷേത്രം, മധ്യപ്രദേശിലെ മന്ദ്സൗർ, ജോധ്പൂരിലെ മണ്ടോർ രാവണ ക്ഷേത്രം, ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ ബൈജനാഥ ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ള ക്ഷേത്രങ്ങൾ. വിജയദശമി ദിനത്തിൽ അതിരാവിലെ തുറക്കുന്ന ഈ ക്ഷേത്രത്തിൽ രാവണനെ ആരാധിക്കാൻ ഭക്തരുടെ നീണ്ട നിര തന്നെ ഉണ്ടാവാറുണ്ട്. പ്രത്യേക പൂജകളും ആരതിയും കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രം വീണ്ടും അടയ്ക്കും. അടുത്ത വർഷത്തെ ദസറയ്ക്ക് മാത്രമേ ഇത് പിന്നെ തുറക്കുകയുള്ളൂ. 1868 ശിവഭക്തനായ മഹാരാജ് ഗുരുപ്രസാദ് ശുക്ലയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. തിന്മയുടെ രൂപമായിട്ടോ ശ്രീരാമൻ എതിർത്ത ആളായിട്ടോ അല്ല ഇവിടെ രാവണനെ കാണുന്നത്. ശിവന്റെ ഏറ്റവും വലിയ ഭക്തനും പണ്ഡിതനും ശക്തനായ ഒരു ഭരണാധികാരിയുമായിട്ടാണ് രാവണനെ അവിടെ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ രാവണനെ ആരാധിക്കുന്നത് ജ്ഞാനവും ശക്തിയും നൽകുമെന്നാണ് പറയുന്നത്. ദസറ ദിനത്തിൽ അവർ എണ്ണവിളക്കുകൾ കത്തിച്ച് രാവണൻ്റെ പ്രിയപ്പെട്ടതായി വിശ്വസിക്കുന്ന കുമ്പളങ്ങ പൂക്കളും സമർപ്പിക്കുന്നു. ക്ഷേത്ര പൂജാരിയായ രാം വാജ്പേയി പറയുന്നതനുസരിച്ച് രാവണനെ ഏറ്റവും അറിവുള്ളവനും ശക്തനുമായ ഒരു വ്യക്തിയായാണ് കണക്കാക്കിയിരുന്നത്. രാവണൻ്റെ അജ്ഞാനവും അർപ്പണബോധവുമുള്ള രൂപത്തെയാണ് നാം ആരാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ശക്തിയുടെ സംരക്ഷകനായിട്ടാണ് രാവണനെ കണക്കാക്കുന്നത്. ദസറ ദിവസം മാത്രം വിഗ്രഹം ആഡംബരപൂർവ്വം അലങ്കരിച്ച് ഭക്തിപൂർവ്വം ആരാധിക്കുന്നു. വൈകിട്ട് അഹങ്കാരത്തിൻ്റെ രൂപമായിരുന്നു എന്ന സങ്കല്പത്തിൽ രാവണൻ്റെ ഒരു കോലം കത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ കത്തിക്കുന്നതോടെ ഒരു വർഷത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയാവുകയാണ്. അതോടുകൂടി ഈ ക്ഷേത്രം അടക്കുകയും ചെയ്യും. പിന്നെ അടുത്ത കൊല്ലം ദസറയ്ക്ക് മാത്രമേ ഈ അമ്പലം തുറക്കൂ. അതുകൂടാതെ വർഷത്തിലെ 364 ദിവസവും ഈ വിഗ്രഹം തുണി കൊണ്ട് മൂടി വച്ചിരിക്കും. അതുകൊണ്ട് ദസറയ്ക്ക് മാത്രമേ രാവണൻ്റെ രൂപം കാണാനാകൂ. രാമജന്മഭൂമിക്ക് വേണ്ടിയും രാമക്ഷേത്രത്തിന് വേണ്ടിയും ചോരയൊഴുക്കിയ ഉത്തർപ്രദേശിൽ തന്നെയാണ് ഈ രാവണൻ്റെ ക്ഷേത്രവും എന്നതാണ് ഏറെ കൗതുകകരം.